പിന്നെ ഒരു പയനെ കിട്ടി. സച്ചിൻ കുട്ടൻ ചേട്ടൻ വയ്യാത്തത് കൊണ്ട് കൈന്ന് തടിച്ച ക്യാച്ച് ആയിരിക്കും. ചേട്ടാ ഇവന് കളിയുണ്ട് താങ്കളുടെ അഭിപ്രായം എന്താണ് പയ്യനെ കുറിച്ച്? ഭയങ്കര മലയിലെത്തോ? ഇന്ന് അവരെ കൊടുത്തത് ഈവെന്റിന്റെ താഴെ എത്തൂലേ? മലയിലെത്തോ? ഇന്ന് അവരെ കൊടുത്തത് ഈവെന്റിന്റെ താഴെ ഈവെന്റിന്റെ താഴെ എത്തൂലേ? സമയത്ത് സച്ചിൻ വന്നില്ല, അതാണ് ലേറ്റ് ആയത്. കളിക്കാനാണ് പോകുന്നത് രാവിലെ പോലെ. ഞാൻ രാഹുൽ ദ്രാവിഡ് പോലെ കമത്തി വെക്കാനാണ് ഗൈസ്. വയ്യാത്തത് കൊണ്ട് കൈന്ന് തടിച്ച ക്യാച്ച് ആയിരിക്കും. പയ്യനെ ഇവിടെ നിന്ന് ക്യാറ്റാവുണ്ട്. ഞാൻ എന്റെ മണി എടുത്തവനാ. നമ്മളെ കൂടെ പിന്നെ ഒരു പയ്യനെ കിട്ടി. ടെസ്റ്റ് കളിക്കുന്ന ചേട്ടൻ ബാറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്. സച്ചിൻ കുട്ടൻ ചേട്ടൻ അതേട്ടാ മീശ വിളിച്ച പുലിമുരുകൻ. ഇതാണ് റോബിൻ ഇരിക്കുന്നു. ഇവിടെ മാറി പോയാണ് ഇവിടെ ആയത്. നൂറ്റിയെട്ട് വന്ന് ഇവിടുന്ന് സ്ട്രെച്ചറിലെടുത്ത് കൊണ്ടേ കൊള്ളാം. പയ്യ കളിച്ചാ മതി. പിന്നെ മറ്റോ ഒരു അടി അടിച്ച് നേരെ മുമ്പൻ ഇവിടെ വന്ന് എങ്ങനെ കയ്യിരുന്നാണ് നേരെ അടി. അടുത്ത ഫോണിൽ 8 X ഉണ്ട് കേട്ടോ. എന്റെ പ്രിയപ്പെട്ട ബാറ്റ്സ്മാൻ ഇറങ്ങി ഗൈസ്. ഫസ്റ്റ് ബോൾ എത്ര അടിക്കാ? മറ്റേ ബാറ്റ് നേരെ കൊണ്ടുപോലുമില്ല. അതെന്റെ ഇഷ്ടത്തിനങ്ങ് പോയി. പിടി നല്ല നീളം, കൈ ഇടിക്കുന്നു. ഉണങ്ങിട്ട് കേട്ടോ. ബാറ്റ് വെയിറ്റ് ഉണ്ട്. കൊള്ളണ ആ 6 പോയത് ബാറ്റ് കൊണ്ടുപോലും അറിഞ്ഞില്ല. ജസ്റ്റ് ഒന്ന് തട്ടി അങ്ങ് പോയതാണ്. ബാറ്റ് അടി പോവും. പിടി നീളം കൂടുതൽ, നീ കൈ ഇടിക്കുന്നു. പിടി നല്ല നീളം കൂടുതൽ, ഇറക്കി പിടിക്കാനുള്ളൊരു നീ തട്ടി കഴിഞ്ഞു. എനിക്കിവിടെ ഇപ്പൊ മഴ വരും. നീ ഇടിക്കുന്നു, കയ്യിലിടിക്കുന്നു. എത്ര 33 റണ്ണേ ഉള്ളൂ ഗൈസ്. അടാ അടി അടിപൊളി. കൊണ്ടപ്പോരെണ്ണം. ടെസ്റ്റ് കളിക്കാൻ ഇറങ്ങി കഴിഞ്ഞാൽ ഫസ്റ്റ് ബോൾ അടിക്ക് പോക്കും. അതെ തന്നെയാട്ടാ. ഇന്ന് കാറിൽ നിന്ന് ടെസ്റ്റ് കളിക്കാന്ന് പറഞ്ഞിട്ട് വന്നത്. അനീഷ തിരിച്ചടിക്കോ തന്നല്ലേ? അങ്ങോട്ട് വന്നു പക്ഷെ ബോൾ ചുറ്റി. സച്ചിൻ കമ്പൈനെ കളിയാക്കണ്ട. അതിലും നല്ലത്
ഔട്ടായി ഗായ്സ്. അടുത്തതിന്റെ പ്രിയപുത്രൻ മിത്രൻ. അടിക്കാൻ നിൽക്കുന്നതാണ് ഔട്ടായി പോയത്. റീല് തന്നെ ഒന്ന് മൊത്തം ഫോട്ടോ പ്രജേഷ് അയച്ചു തന്നില്ലേ? അപ്പൊ ഞാൻ അയച്ചു തരാം. ഞാൻ അവന്റെ വാങ്ങി ടെസ്റ്റ് കളിക്കുന്നത്. ഞാൻ കരുതി പ്രജേഷ് അയച്ചാണോ എന്ന് പറഞ്ഞു. കളിന്നൊക്കെ പറയാം. അടിക്കാൻ നിൽക്കുമ്പോ എവിടെ ഇത് സ്റ്റേബിളൈസ് ചെയ്യണ്ട. ഇപ്പൊ ഓക്കെ ആണെങ്കിൽ രാവിലെ എടുക്കുമ്പോ നോക്ക്. രാവിലെയാണ് സ്റ്റാർട്ട് ആവാൻ പാടെങ്കിൽ കാണിക്കാം. റിവ്യൂ പറയണ. അങ്ങോട്ട് 15 സ്കോർ 15. റോബിനെ ഹബ്ബ് ഓവൽ ഷേപ്പ് ആയി കഴിഞ്ഞാൽ പിന്നെ മാറ്റേണ്ടി വന്നേ. ശരി ഏട്ടാ, ഞാൻ അയച്ചു തരാം. വിജയ് 16 അല്ലേ? 16 കമ്പനി വർക്കണ ചേട്ടന്റെ ഫെസിനോ എവിടെ കൊടുത്ത് ടയറിലെന്തോ ചെയ്തു. നെറ്റ് ക്രോസ് ഫുള്ള് റേറ്റ് ടയർ ഇങ്ങനെ ഇടണ. അച്ചു ഒരു ഹായ് പറഞ്ഞാണ്. ഓ സച്ചിൻ അടിച്ച് പൊക്കി ഗൈസ്. ഓ സച്ചിന്റെ ക്യാച്ച് എടുത്തു. സച്ചിൻ ഓടി വന്നു. ഹായ് ചേട്ടാ. ദിൽഷാദ് എങ്ങനെയാണ് കളി? ഓക്കെ ആണോ? ഫസ്റ്റ് ബോൾ 6. ദിൽഷാദ് നീ എവിടെയായിരുന്നു ഇത്ര ദിവസം? ദിൽഷാദ് മീൻസ് 4. ഓഫിൽ ദിൽഷാദ് 6. ചേച്ചി അല്ല ദിൽഷാദ് അടുത്ത ബോൾ എന്ത് ചെയ്യും? സെയിം ഷോട്ട്. ഓ ദിൽഷാദ് 4 അഗൈൻ. താങ്കൾ ഇങ്ങനത്തെ കളി കാരണം ഇവന് കളിയുണ്ട് കേട്ടാ. ഇവന് കളിയുണ്ട്. താങ്കളുടെ അഭിപ്രായം എന്താണ് അതിനെ കുറിച്ച്? ഭയങ്കര കൂടെയാണ് കളി. എന്റെ അഭിപ്രായം എന്താണ്? ഓ ബ്ലോഗറാണ്. പറയൂ എന്താണ്? കാല് വയ്യാത്ത ബ്ലോഗർ. എന്താ അടിച്ചോടിച്ചിട്ടോ ബ്ലോഗർ? പറയൂ. പറയൂ. കുറച്ച് ദുർബല ടീമാണ്. കൊച്ചു ടീമായിട്ടത്. അടുത്ത കളി പറയാൻ പറ്റില്ല. ഫസ്റ്റ് നമ്മൾ ജയിച്ചു. പക്ഷെ ബാറ്റിംഗ് കിട്ടിയില്ല, ബോളിംഗ് കിട്ടിയില്ല. ബാറ്റിംഗ് നമ്മൾ എടുത്തിട്ടുണ്ട്. ഈ കളി ബാറ്റിംഗ് നമ്മൾ എടുക്കാം. അടുത്ത കളി കാണിച്ചു തരാം. അടുത്ത കളി നമ്മൾ ടീമിൽ ഇറങ്ങാൻ പോണ 2 പയ്യന്മാരെ കാണിച്ചു തരാം. നമ്പർ 3 അതിന്റെ പേര് ലാലു. നമ്മൾ 2 പയ്യന്മാർ ഇറങ്ങിയിട്ടുണ്ട്. അനീഷായിട്ട് അമ്പയർ പോവുകയാണ്. അടുത്ത കളി ഫസ്റ്റ് ബോൾ എറിയുന്നു. സിംഗിൾ കലാശിച്ചു. അടുത്ത ബോൾ എന്തായിരിക്കും പറ, നമുക്ക് പ്രവചിക്കാം. വരുന്നു എന്തായിരിക്കും? ബിജു ചേട്ടൻ സിംഗിളാ? ഞാൻ പറയണ നേരത്തെ ബൗൾഡാക്കിയതിൻ്റെ വാശി
സിംഗിള്. ഓ മൈ ഗാഡ്, റോബിൻ ചേട്ടൻ്റെ ശരിയായിരിക്കുന്നു. ഈ പയ്യൻ്റെ കളിപ്പിലെയാണ് നോക്കോ. അന്നും അടിച്ച്, അന്ന് ടൂറിനെടുത്ത് കുട്ടിയുടെ അടിയായിരുന്നു അടിച്ച് ഷൗട്ടായി പോയി. 2 എണ്ണം അടിച്ചിട്ട് ഔട്ടായിരുന്നു. 2 റേഞ്ച് അടിയായിരുന്നു. അപ്പോൾ താന്നു പോയി. ഈ ഒരു ഓവർ മാത്രമേ ഉള്ളൂ, കുറച്ച് വെയിറ്റ് ഉള്ള. കീപ്പർ ക്യാച്ച് ജസ്റ്റ് മിസ്. വരൂലല്ലേ അപ്പം ഒരുപാടാ വന്നു ചോദിച്ചാൽ വരും വരും. സൗണ്ട് വണ്ടി സൗണ്ട് കേട്ട് 9 മണിയാകുമ്പോഴേ വരും വരും. ഗൈസ് അന്ന് തേച്ചതുകൊണ്ട് ചിലപ്പോ ആ സമയം വിചാരിച്ചു ചിലപ്പോ അങ്ങനെ ഇരിക്കണേ. അന്ന് തേച്ചാ തുടങ്ങിയല്ലോ നമ്മൾ 6:30 ഓ സിംഗിൾ കട്ട് ചെയ്ത്. ഭയങ്കര ടേസ്റ്റ്. രാഹുലിന് കൊടുക്കണ്ടോ? ഞാൻ പറയാം. കിട്ടിയ പൈസ ഓടി. ഓ അത് ഞാൻ തരാം. ഒന്ന് അടങ്ങ അവിടെ, ഞാൻ അയച്ചു തരാം. അവരടാ ഇപ്പൊ അയച്ചു തരാം. സൗരഭിന്റെ അയച്ചു. റോബിൻ ചേട്ടൻ പറഞ്ഞു അവർ ഈ ബോൾ അടിക്കുമെന്നാണ്. ഓ അടിച്ചു ക്യാച്ച്. ഓടിയില്ല, റണ്ണില്ല, ഔട്ടായെന്ന് വിചാരിച്ചു. ഇത് തന്നെ കൊല്ലാൻ നോക്കണ കേട്ടാ പാപ്പല്ല. ഇത് പണ്ടത്തെ കേട്ടാ, പണ്ടത്തെ വീഡിയോ ഞാനൊന്ന് റീക്രിയേറ്റ് ചെയ്തതാ. ഫോർ പോയി. എല്ലാവരും തിന്ന അവന്റെ പേരിൽ തരുണ്ട പേരിലായിരിക്കും. ബുംറ അക്ഷണ പയ്യനാണ്. ബോൾ സിംഗിളിലേക്ക് കലാശിച്ചു. കമന്ററി പറയുന്നത് റോബിൻ ചേട്ടൻ്റെയോടൊപ്പം. എവിടെയാ റോബിൻ ചേട്ടൻ? റോബിൻ ചേട്ടൻ ഇങ്ങോട്ട് നോക്ക്. റോബിൻ ചേട്ടൻ്റെയോടൊപ്പം കിച്ചിന്റെ ഫോട്ടോ ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ട്. ഓ ഒരു വൈഡേനെ വൈഡല്ല, ഡിപ്പ് ബോളായിരുന്നു, കാണാൻ പറ്റില്ല. നല്ല ബോളായിരുന്നു. നല്ല വലിയ ഗ്രൗണ്ടാണ് കേട്ടോ. അഗൈൻ ഡോട്ട്. 2 ആയുള്ളൂ. അതന്നെ ഇത് തന്നില്ലേ? അതല്ല ഇല്ല, 4 മതി. സിംഗിൾ റൺ. ഇവിടെ സച്ചിൻ ബോൾ എടുത്ത് ഞായറാഴ്ച എന്തൊരു പ്രീമിയർ ലീഗ് ടീമിടാ ഈ ഇടയ്ക്ക് 31-ാം തീയതി ടൂർണമെന്റ് ഉണ്ടായിരുന്നില്ല. അതെന്തിനായി?
നീ ഇല്ല എന്റെ ടീമില്ലായിരുന്ന ആരൊക്കെ പഠിച്ച അപ്പൊ ഷെയർ ചെയ്തു ടോസ് ഇട്ട് ടീമൊക്കെ പിടിച്ചാ പുറത്തായോ ടീം കയറിയാ പിന്നെ ആ ടീം സഞ്ജി ടീമാ അവിടെ കഴിച്ചോണ്ട ടീം ടാസ്കാ ടാസ്ക് അടിച്ച് കയറിയ ടീം ടാസ്ക് എന്ത് കുട്ടി ചവിട്ടിയില്ലേ അല്ലെങ്കിൽ അവര് ഭയങ്കര ഭാഗ്യം കേട്ട ടീമാണല്ലേ എപ്പോ ഇട്ടുണ്ടെന്ന് വെച്ചാലും ഇപ്പൊ തുടരെ 2 കപ്പ് അടിച്ചല്ലേ ടാസ്കിലെ കപ്പ് പോകാൻ മാർക്കുന്നല്ലേ ഇവിടത്തെ കളിയിൽ വരൂ നോക്കിട്ട് ഓ ഇന്ന് ഞാൻ ഞായറാഴ്ച മരുന്ന് തീരെങ്കിൽ ഫുഡ് ഫുള്ള് വൈറ്റ് ബോൾ ഒന്നും കിട്ടിയില്ല നേരെ ഒന്നും അങ്ങനെയല്ല ഞാൻ വൈഡാങ്ങല്ല എടുത്തത് ബോളിങ്ങില് കിട്ടിയ സച്ചിൻ ചേട്ടൻ അതേ സെറ്റ് ആയിരിക്കും ഗസ്റ്റ് പ്ലെയർ വിജയൻ അതിലവരും ആരുമില്ലെന്ന് നിങ്ങൾ വന്ന് എന്ത് വഴി കയറുണ്ട് ഞാൻ ഇതിനെ പറഞ്ഞത് ഇവിടെ പുലിയൊക്കെ ഉണ്ടെന്ന് ഇവിടെ കടുവ ഇറങ്ങിന്ന് പറഞ്ഞത് ഈ കാട്ടില് ലാറ്റായിട്ട് ഒരു പ്ലെയർ വന്നിട്ടുണ്ട് ഗൈസ് ബിജുവാട്ടൻ അവിടെ നിന്ന് ചിത്തിത്താര കളിക്കുകയാണ് എവിടെയോ വിളമ്പി തള്ളിട്ട് വന്നിരിക്കുന്നു ഓഫിലൊരു സിക്സ് അത് കൊള്ളായിരുന്നു അതവര് തട്ടിക്കുട്ടി ഒരു ടീം എടുത്ത് ഓ അതിന് മനസ്സിലായില്ലോ ആ എയർപോർട്ടിൽ കണ്ടോ കുട്ടി അനുഭവിച്ചിട്ടുണ്ടോ അത് തന്നെ നമ്മൾ അന്ന് പോയപ്പോ ഉണ്ടായിരുന്നു Another 6 4 over 46 കുത്തി തുടങ്ങി ടാസ്ക് പിടിച്ചോന്നെ വണ്ടി വിടക്കാൻ പോണോ കാറി പോന്ന അത് തന്നെ ഓഫിൽ പിന്നെ ഒരു 6 കട്ട് ഷോട്ട് അനീഷയുടെ സ്കോർ എത്രയാണോ 32 എന്തിനും ഇല്ലേട്ടാ മാസം പൈസ കേൾക്കൂല 4-5 മാസം പത്രത്തിന്റെ ഇല്ല അതങ്ങനെയല്ല അങ്ങനെയല്ല ഓ മറ്റേ ബൾക്കിന് വാങ്ങാം സത്യസന്ധമായ ടീമാണ് പാവപ്പെട്ട ഓ അതും മൊത്തം ഡ്രോപ്പ് ഗൈസ് അടുക്കി കാച്ച് വെക്കുമ്പോ അവിടെ നിൽക്കും ആ സച്ചിൻ കൂട്ട് നമ്മൾ ഞാൻ ഉണ്ടായിരുന്നു നല്ല അടിയായിരുന്നു
ഞാൻ പറഞ്ഞേക്കാൻ കളിക്കുന്നുണ്ട്. അടി നല്ല അടിയല്ലേ അത്. അവിടെയും കളിക്കും, അവിടെയും ഓഫിലും കളിക്കും. അടുത്ത hits. കാര്യം പിടിക്കില്ല അണ്ണാ. രണ്ടും 25 റണ്ണും അടിക്കാൻ പറ്റുമെങ്കിൽ അടിക്കും. നൂറാക്കാനാ നല്ല മത്സരമാണ് guys. അതെ പൊളിയാ അവൻ. നല്ല വെയിറ്റ് ഉണ്ട്. നല്ല ആയിട്ടുണ്ടോ? അവൻ കളിക്കാൻ പോണെന്ന്. അവിടെ ഗ്യാപ്പ് ഉണ്ട് guys. 4 അവിടെ ഒരു ഗ്യാപ്പ് കണ്ടുവച്ചിട്ടുണ്ട് വ്യൂടെ. വൈറ്റ് തെറ്റിച്ചു ഗൈസ്. ഒരു ലാപ്പിലിട്ടടിച്ചു. ബാറ്റിംഗ് മൂന്ന് ബോളിൽ മൂന്ന് പേരെ ഇടയിൽ വീണു ഗൈസ്. മറ്റേ തിരിച്ചു സന്തോഷം കണ്ട എത്ര ക്യാച്ച് പത്തോട് സത്യം സന്ദർശിക്കണം. കഴിഞ്ഞ ഒരു ക്യാച്ച് പത്തോട് ആളായിരിക്കുന്നത്. ക്യാമറ ഫ്രണ്ട് ആക്കിട്ട് നിന്നെയും കൂടി കാണിച്ചു. ഞാനൊരു ക്യാച്ച് പത്ത് വിട്ടായിരുന്നു. ഓറായി സംഭവം എന്തെന്നറിയാടാ, നമ്മള് എല്ലാ കാര്യങ്ങളും. പക്ഷെ ഈ പെണ്ണ് വേറെ ഏതെങ്കിലും ഒരു സീനിന്റെ ആവുമ്പോഴാണ് ഇവർ ആദ്യം തൊട്ട് ഗ്യാസ് കിണ്ടും. മനസ്സിലായ? അപ്പൊ മൈനറാവാത്ത സമയത്താണ് നീയുമായിട്ടുള്ള ബന്ധമെങ്കിൽ നല്ല പയ്യനാ. അങ്ങനെയുള്ള വിളിയൊന്നും വന്നോ? വിളിയെല്ലാം വന്നോ? കത്തിപ്പോകും. ഇന്നൊരെണ്ണം ബോർഡടിച്ചു പറഞ്ഞു. റെക്കോർഡിംഗ് കിട്ടും. സൂപ്പർ റണ്ണ് 40 റണ്ണുണ്ട്. കളി ഈസി ആക്കി. ഞാൻ തന്നെ പോണല്ലേ? നീ അതെടുത്ത് കളിക്കുന്നേ നല്ലത്. ഓ മൂന്നെണ്ണം നിങ്ങളെന്ത് സാധനമാണ് എടുത്തത് അവിടെ? ഇന്ന് ഒരു കറക്റ്റ് ഒരു അടി അതിലാണ് കൊണ്ടുപോയത്. ചേട്ടാ പറഞ്ഞു ഫുൾ ടോസ് പോലെ. ഈ പയ്യന്മാരോടെ കടകളല്ലേ പറ്റിയില്ലല്ലോ, നമ്മളന്ന് പോകാൻ പറ്റത്തില്ലേ? അല്ല അതല്ല ലീഗല്ലേ? ആ അന്ന് ഇനിയുണ്ടോ? പറയെങ്കിൽ പോവാ. ഇതിനെയൊക്കെ താങ്ങി എടുക്കാൻ എടുക്കാം.
നേരെ അടിച്ചാൽ മതി കൊള്ളു. ഒന്നും വരെയൊന്നുമില്ല ഇനി പോകണം കളിക്കാൻ ഉണ്ടെങ്കിൽ ഇതേപോലെ ആരെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചാൽ ഞാൻ ഉണ്ടെങ്കിൽ വരാം. അനിയനും കാണാം അവന് വണ്ടിയില് ഞാൻ മറ്റേ അനിയനാണ്. അവന് ബൈക്കിൽ ഇൻഷുറൻസ് ഇല്ല. നമ്മൾ മുമ്പ് ആദ്യത്തെ ആഴ്ച നമ്മൾ കളിച്ചില്ലേ ആള് വേണ്ടേ സുഹൃത്തില്ല ചവിട്ടിയില്ല താലിബില്ല താണ്ടോ വികലാങ്കൈ നീ എവിടെ തറവാൻ പോയാടാ? സൈസാറുണ്ടോ? നമ്മളവിടെ അങ്ങനെ ഉണ്ട്. എല്ലാത്തിനെയും വീട്ടിൽ ചെന്ന് എടുത്ത് താങ്ങി കൊണ്ടുവന്ന് ഗ്രൗണ്ടിൽ നിർത്തി കളിപ്പിച്ചേ കളിക്കും. നിങ്ങൾ കളി വിളി കളിയാണ് കിട്ടാൻ പാടില്ല ടീമില്ല ടീം കിട്ടണല്ലോ വിളി അതാ പറഞ്ഞ കളി വിളിച്ചാ ഞാൻ അറേഞ്ച് ചെയ്ത് തരാൻ പറഞ്ഞത് എനിക്കൊരു ഡേറ്റ് ഇട്ട് കളി വിളിച്ചാ വെള്ളി അല്ലെങ്കിൽ വേണം വെള്ളി അല്ലെങ്കിൽ വേണം കളി വിളിക്കാം അതിന് താങ്ങി എന്നെ താങ്ങി നിൽക്കുന്നു അടി ഞാൻ കളിച്ചോളാം ഞാനാണ് കളി വിളിച്ചത് അങ്ങേരില്ല മറ്റേതാണ് ബാക്കി സെറ്റ് ഏത് ദിവസം വേണം അല്ലേ വെള്ളി ടൈമും വെള്ളി വിളി വെള്ളി വിളി ടൈമും 8 to 10. 9 ദൂരെ വിളിക്കലെങ്കിൽ അടുത്ത് വിളിക്കും ജോണീസ് പോലെ വ്യാഴം അല്ലെങ്കിൽ വെള്ളി വെള്ളി വിളി കൂടുതൽ 7 to 9 അത് തന്നെ പക്ഷെ അങ്ങനെ ഒരു ദിവസം മാത്രം ആ ശരി വേഴല്ലേ വെള്ളി വിളി എന്റെ കേസുകാരന്റെ ബന്ധം അല്ലേ ആ കൂട്ടുന്നുണ്ടോ? ഒരാഴ്ച ബുക്ക് ചെയ്ത് ഹെലികോപ്റ്റർ കറിയാട്ടോ. ദിൽഷാദ് തിരിച്ചെത്തിയില്ലേ? ഓ ഫുൾ ടോസ് ബോളാട്ടാ. നിങ്ങൾ ഇല്ലാത്ത 2 ദിവസം നല്ല ടൈറ്റ് കളിയായിരുന്നു. 2 ജോണീസ് ഒന്ന് നമ്മൾ SMCC ആയിട്ട് കളിച്ചു ടൈറ്റിൽ തോറ്റി. അജയ് കൊണ്ടുവന്ന ടീമല്ലേ അവിടെ നമുക്ക് പക്ഷേ അന്ന് ആരൊക്കെ ഞാൻ ഉണ്ടായിരുന്നല്ലോ, ഞാൻ പുറത്തോട്ടത്. കണ്ടതേ കപ്പിന്റെ അന്ന് നമ്മളെ ഫസ്റ്റ് ഓർമ്മ പയ്യന്മാരായിരുന്നു ഒരു കുറെ ചീപ്പ് പയ്യന്മാര് അത് ടൈറ്റ് കളിയാണ്. അതൊന്ന് പിന്നെ SMC ആയിട്ട് അവന്മാരായിട്ട് കളിച്ച കളിയാണ് ടൈറ്റ് കളിയാണ്. ഇങ്ങനത്തെ കളി കിട്ടിയാ ഒരാഴ്ച ഇതേപോലത്തെ ടീമായിട്ട് കിട്ടണം. അപ്പൊ നമുക്ക് എല്ലാരും ബാറ്റ് കൊള്ളും. പിറ്റേ ആഴ്ച അത്യാവശ്യം നല്ല ടീം കളിക്കും. എല്ലാത്തും വരണം. ഒമ്പോണിക്ക് സ്ഥിരം എടുത്തിരിക്കുന്നു ഒരു മാസത്തേക്ക് അവന്മാര് എല്ലാ ദിവസവും എന്നുവെച്ചാൽ എല്ലാ വെള്ളിയാഴ്ച 9 to 5 നമ്മൾ എടുത്തിരിക്കണം. 2 ടീമുണ്ട് എന്നുവെച്ചാൽ 2 ടീം വലിച്ച് ഒന്ന് സ്ലോ ഞാൻ അവന്മാരായിട്ട് മാച്ച് കളിക്കാൻ വേണ്ടി ചോദിച്ചു. അങ്ങനെ ഇല്ല അവന്മാര് 2 ടീമിന്റെ ആളെ ഉണ്ട് അവന്മാരൊന്ന് കളിക്കുന്നു. സൂം ചെയ്തെടുത്താ കൊള്ളാം. ഞായറാഴ്ച അനൂപ് പണിയില്ല കടക്കില്ല. വേറൊരു കേസ് നമ്മൾ കഴിഞ്ഞ ആഴ്ച നമ്മളൊരു ലീഗ് കളിക്കാൻ വേണ്ടി പോകാൻ തോന്നില്ലേ, ആ കളിയുന്നുണ്ടായിരുന്നു. അമ്മടുത്ത് ആളില്ലാന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ വന്നത്. ആള് വേണ്ടേ? 5 വെച്ചോണ്ടല്ലേ ഉച്ചറിയിരുന്നത്. 5 വെള്ളിയാഴ്ച ഒരു ഫ്രീ എൻട്രി ടൂർണമെന്റ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ വെള്ളിയാഴ്ച നമുക്ക് ഫസ്റ്റ് കളി 5.8 കിലോമീറ്റർ എടാ നമുക്ക് ഫസ്റ്റ് കളി 10 മണിക്ക് കിട്ടി. ഫ്രീ എൻട്രി. രണ്ടാമത്തെ കളി 10 മണി ആയില്ല. രണ്ടാമത്തെ കളി 2:30 കേട്ടോ വെളുപ്പിന്. കണ്ണും കണ്ട് ഞാൻ പറഞ്ഞു അപ്പൊ തന്നെ വിളിച്ചു പറഞ്ഞു. അവിടെ പോയി ഒരു ദിവസത്തിൽ ഞാൻ വിളിച്ചു രാത്രി 24 മണിക്കൂർ കളിക്കുന്നവന്മാര് ഒരു മാസത്തിൽ 2 ദിവസം കളിക്കുന്നവന്മാരായിരുന്നു കളി.
മനസ്സിലായില്ലേ? ചോദിച്ചു അതിന് തൊട്ട് മുമ്പത്തെ നമ്മളെക്കാട്ടും കൊച്ചു ടീമുമായിട്ട് 34 റൺ അടിച്ചമാര് വമ്പൻ ടീം. 6 റണ്ണ് നമ്മളാരും നമ്മൾ തട്ടി തട്ടി ജയിച്ചാണ്. എറിഞ്ഞ പിടിച്ചെന്നായി അവനെയൊക്കെ പിടിച്ച് അല്ല എറിഞ്ഞത് കൊച്ചിറക്കേ ഫസ്റ്റ് 3 ബോൾ ബൗൾഡ് നമ്മുടെ ടീമില്. ഞാൻ ഒരു 2 അടിച്ചു. 4 വിക്കറ്റ് എടുത്ത് എനിക്ക് ഞാൻ 3 നോക്കിയപ്പോ വെട്ട ഒരു 6-7 വെട്ടം ഇങ്ങനെ തോന്നുന്നു എനിക്ക്. ഉറങ്ങണോ കളിക്കണോന്നായിരുന്നു അവരെന്നെ കപ്പ് അടിച്ചാണല്ലേ അവര് പുറത്തായി. പുറത്തായി. നമ്മള് പുറത്തായി. ഉമേഷ് ഏട്ടൻ ടീം, ഉമേഷ് ഏട്ടൻ ബബുലു അങ്ങനെ. ഈ ടൂർണമെന്റ് ഫ്രീ എൻട്രി ഉണ്ട്, നീ വാ കളിക്കാൻ. ഫ്രീ എൻട്രി വെക്കുമ്പോഴേ ഇവന്മാര് ഫ്രീ എൻട്രി വെക്കുമ്പോ ഇങ്ങനത്തെ ടീമിനെ ഒഴിവാക്കണം. മനസ്സിലായില്ലേ? ആളില്ലാന്നും പറഞ്ഞ് കളിച്ചില്ല. അത് പോയി മുട്ടത്തറ ഒരു ലീഗ് വെക്കും. ഒരു പയ്യന്റെ മെമ്മോറിയല് എല്ലാ വലിയ പ്ലേസിനും എല്ലാം ബാനാണ്. എല്ലാവർക്കും ഫ്രീ എൻട്രി. എല്ലാ കളി അടിച്ച് കളിച്ചാൽ മതി. ഈ വേണ്ട നീ 50 അവന് 50. അല്ല അത് ഇങ്ങനെ അടിച്ചു 50 അത് നിങ്ങൾ സ്റ്റാർ ആണോ കൂടെ അടിച്ചോ? എവിടെ കൊണ്ടുപോയ സ്കോർ കൂട്ടിക്കണം 13. ഓക്കെ ഇതുള്ള കേട്ടോ കളി. ബോള് പോണത് എല്ലാം കാണാടാ. ഞാൻ നോക്കിട്ട് പറഞ്ഞുതരാം, വീട്ടിൽ നോക്കിട്ട്. ബോളറിഞ്ഞ തുടങ്ങാം. ഫസ്റ്റ് എത്ര ഏട്ടാ? സ്കോർ കൂടെ തന്നെയല്ല. ഏയ് എന്താണ് പറയാനുള്ളത്? ഓക്കെ 93. മനുഷ്യനെ വാങ്ങി കേട്ടാ. എവിടേക്ക് അടിച്ചു പോണേട്ടാ? നല്ല ബോളായിരുന്നു. ഓ കുട്ടൻ ടാക്ടിക്സ് 2 റണ്ണ് ബോൾ പോയിരുന്നു. ബോൾ സ്കോർ എത്ര ഏട്ടാ? കൂട്ടാതെ എത്ര ബോളാട്ടാ?
എത്ര 4 ബോളല്ലേ? 4 ബോളല്ലേ? അതിനകത്ത് ബോൾ ചേട്ടാ 5 ബോൾ 3 ബോളാ. അപ്പോൾ അവൻ 5 ബോൾ അവിടെ ഒരു പറഞ്ഞു ഓവറായിരുന്നു വേണം. അപ്പൊ കറക്റ്റ് തന്നെ എടാ ഒരു ബോൾ ഉണ്ട് കേട്ടോ. ആരാണ് നോക്കിയത്? സ്കോർ തേട്ടാ 23. കഴിഞ്ഞ ഓർത്തായിരുന്നു 3 26 29 29 വേറെ ബാറ്റ് ഇട്. എന്റെ ബാറ്റ് എടുത്ത കൊള്ളാല്ലേ? സിംഗിൾ മനുച്ചേട്ടൻ പ്രായമായി. ഏത് ബോള്? ജാഗ്രത എടുത്തൊരു ബോള്. മുപ്പത്തിനാലല്ലേ? 29 ഇപ്പൊ ഒരു സിംഗിള് 30-34. പറഞ്ഞു പോകല്ലേ? 4 ബോൾ 4 ബോളല്ലേ? നാല് ബോൾ 4 ബോൾ എന്ന് പറഞ്ഞു. ഓണായില്ലേ? ലാസ്റ്റ് ബോളാ? ഓവർ ഞാൻ എത്ര ബോള്? 6. കുട്ടൻ 6 അടിച്ചു ഗൈസ്. കുട്ടൻ 6 അടിച്ചതിന് ചേട്ടൻ കൈ മടക്കിയത്. ഇപ്പോൾ കൂട്ടിക്കോണേ. ഇതൊക്കെ യൂട്യൂബ് പോയിട്ട് ഞാൻ ആരും റീച്ച് ആവൂല്ലേ? കുട്ടൻ ഫേമസ് ആവും. ആലപ്പുഴ കുട്ടൻ. ഞാൻ ആലപ്പുഴ കുട്ടൻ. 3 ബോളല്ലേ? ഹെലികോപ്റ്റർ ഭാഗ്യം കേട്ടോ. ഞാൻ എത്ര ബോൾ പറഞ്ഞേട്ടാ? 5 ബോൾ പറഞ്ഞ
അപ്പോൾ പതുക്കേട്ടോ എന്നാ ചേട്ടാ കൂടെ പതുക്കേട്ടോ എന്ന് പതുക്കെ തട്ടിട്ട് ഒരുപാട് തുഴഞ്ഞിട്ടാണ് കരയെ നോക്കിയിരുന്നു. ഈ ടഫാണ്. കുട്ടൻ ചേർന്ന് ഔട്ടായി. നൈസ് നോക്കി എടുത്തിട്ടുള്ളൂ. ലാസ്റ്റ് കളിച്ച ടൂർണമെന്റ് എൻ്റെ കൂടെ കളിച്ചത്, വേറെ ഒന്നും കളിച്ചില്ല. ബൈബോൾ ഞാൻ ഓട്ടൊന്നുമില്ല. ഇതേ വേണേ മൂന്ന് ഗോളല്ലേ? എണ്ണത്തോളം കേട്ടോ. 2 ഗോൾ. നോ ബോൾ നോ ബോൾ. നോയണേ നോയണേ. ആർക്ക് 2 ബോൾ കളിച്ചറാ? 4 ബോള്. 4 ബോൾ പറഞ്ഞു. ലാസ്റ്റ് ഓവറാണ്. ഇല്ല ഇനി കൊണ്ടുവന്നു. ലാസ്റ്റ് ഓവർ. ലാസ്റ്റ് ഓവർ അല്ലേ? ലാസ്റ്റ് ഓവറാണേ. ബൈബോൾ കൈ കാണിക്കാൻ പറ്റില്ല. അങ്ങനെ കാണിക്കാം. വിളിക്കും സാർ. ഫോണിങ്ങനെ പൊക്കി കയറിയിട്ട് വഴി വിളിക്കാം അല്ലേ? ഏത് അത് കൊള്ളാം കേട്ടോ. വീഡിയോ ഉണ്ട്. സമയം ഇന്ന് പോണില്ല. നമുക്ക് 9 മണിയാണോ? പാമ്പും പഴുതാരിയാണ് പറഞ്ഞത്. ഓടി ഔട്ടാണ്.
ലാസ്റ്റ് ബോൾ അല്ലേ? ടാറ്റു ബോൾ അല്ലേ? ആ ഒരു ബോൾ കറക്റ്റ് 4 ബോൾ. നോ ബോൾ. സ്ക്രീൻ്റെ അകത്ത് 3 പേരുണ്ട്, 4 പേരുണ്ട് സ്ക്രീൻ്റെ അകത്ത്. ബോളർ, ബാറ്റ്സ്മാൻ, നോൺ സ്ട്രൈക്ക്. മറ്റേത് അമ്പയറിന് ക്യാമറ എടുക്കുമല്ലേ? ഇങ്ങനെ 6 ജയിക്കാൻ 99 ഗായ്സ്. ബോളിങ് ചെയ്യണത് കാണാൻ പറ്റില്ല. അതിന് ഞാൻ അവിടെ ഇല്ല, ഞാൻ ബോൾ ചെയ്യാൻ പോകും.